welcome to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അഫ്ഗാനി ഓംലെറ്റ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അല്ലേ? ഓക്കേ. അപ്പോൾ നമ്മൾ ഒരു കുഴിയിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തതെന്ന് വെച്ചാൽ നമുക്കത് നല്ല ഷേപ്പിൽ കിട്ടും. അഫ്ഗാനി ഓംലെറ്റ് നല്ലൊരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പാത്രം ഇട്ടേക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ഏകദേശം നല്ല ചൂടായിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. കാരണം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് തീ ഒന്ന് നമ്മൾ കുറച്ചിട്ടുണ്ട്. ലൈറ്റായിട്ട് കുറച്ചുകൂടെ ഒന്ന് കുറച്ച് സിമ്മിലിടാം. ഓക്കെ, സിമ്മിലിട്ടു. അതിലേക്ക് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉരുളക്കിഴങ്ങാണ് നമ്മൾ ആദ്യം ഇടുന്നത്. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒന്ന് ആ ഉപ്പൊന്ന് ഇട്ട് കൊടുത്താൽ അതിനകത്ത് ഇങ്ങനെ തട്ടിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രൗൺ കളറാവണം. ബ്രൗൺ കളറാവണം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഏതാണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കം ഇട്ട് ഇളക്കിയെടുക്കാം. പച്ചമുളക് നമ്മളിപ്പോൾ എടുത്തില്ല, അതുപോലെ തക്കാളി നമ്മളിപ്പോൾ എടുത്തില്ല. ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇത് ശരിക്കും ഒന്ന് വാടിയാൽ മതി കേട്ടോ. ഒന്ന് നൈസായിട്ട് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യണം. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയല്ല, കുരുമുളക് പൊടി ഉപ്പൊക്കെ ഒരുമിച്ചുള്ള പരിപാടി ആയതുകൊണ്ട് എന്നിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച്
കുരുമുളക് പൊടി ഇടുക. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു എല്ലായിടത്തും ഒരു റീച്ച് കിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. ഓക്കെ, നമ്മുടെ മല്ലിയിലയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഫുള്ളൊന്ന് പരത്തി വെക്കാൻ പോവാം. ഓക്കെ, ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ ഇച്ചിരിയും കൂടെ ഒന്ന് കുറച്ചിട്ടേക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഒന്നൊന്ന് കുറയ്ക്കുക. ഇത് നമ്മുടെ ഓംലെറ്റ് എന്ന് പറയുമ്പോൾ മുട്ടയാണല്ലോ മെയിൻ. അത് ഉണ്ണി പൊട്ടാതെ ഒഴിക്കുവാണെങ്കിൽ വളരെ നല്ലത്. ലൈറ്റായിട്ട് ഉണ്ണി പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്തത്തെ പിടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അതും പൊട്ടിപ്പോയി. സാരമില്ല, ഉണ്ണി പൊട്ടാതിരിക്കുകയാണെങ്കിൽ കാണാനൊരു പ്രത്യേക ഗ്ലാമറായിരുന്നു. ഉണ്ണി പൊട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇച്ചിരി ഭംഗി കുറഞ്ഞ അഫ്ഗാൻ ഓംലെറ്റ് ഉണ്ടാകാം. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുമെങ്കിൽ ലോട്ടറി. വാവ്, അപ്പം ഒരെണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്. അങ്ങനെ നമ്മൾ ഒരു മുട്ടയും കൂടെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. സാരമില്ല, നമുക്കത് ഒരു സ്പൂൺ വെച്ച് ചോപ്പ് നടുക്കേക്ക് തള്ളി കൊടുക്കാം. ഓക്കെ, അങ്ങനത്തെ അപ്പോൾ ഇത് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഉണ്ണി പൊട്ടിയ സ്ഥിതിക്ക് നമുക്കിനി ഒന്നും നോക്കാനില്ല, ഇത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് സെറ്റാകട്ടെ. ഓക്കെ, ചെറിയൊരു ബോർഡർ കിട്ടിയാൽ മതി സൈഡ് കേട്ടോ. മൊത്തം ഒരുപാടങ്ങ് മുട്ട സൈഡിലോട്ട് കയറി പോകരുത്. ഇനിയിപ്പോൾ നമുക്ക് അതിന് മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പൂടെ തളിച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് കീറിയിട്ടത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ രണ്ട് കീറ് ഒരു ഡെക്കറേഷൻ പോലെ വെക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഓംലെറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുക്കത്തെ ആ ഒരു ഇതിൻ്റെ ഭാഗം മാത്രമേ കുറച്ചാകാനുള്ളൂ. അതങ്ങനെ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്.
കാരണം ആ ഒരു സെമി സ്റ്റൈലിൽ കിട്ടും. അപ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മൾ ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടി സൈഡൊന്ന് ആദ്യം ഇളക്കി നോക്കാം. ഓക്കെ, ഇല്ല, ഇതാണ് നോൺ സ്റ്റിക്ക് തവയിലെടുത്തുള്ളൊരു ഗുണം. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ കേട്ടോ, നമ്മുടെ അഫ്ഗാൻ ഓംലെറ്റ് റെഡിയാണ്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് അഡീഷൻ ശരിക്കും പറയാൻ നല്ല ഒരു തിക്ക് ക്രസ്റ്റാണ് കേട്ടോ. കേട്ടോ, ഒരു പിസ്സയുടെ പോലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലുള്ള തിക്ക് ക്രസ്റ്റാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡിഷ്. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, മച്ച് ലവ്.